ആ ഷിബിയാണ്. എന്നെ ഇപ്പം കാണുന്ന അവസ്ഥയല്ലേ, അങ്ങനെ ആയിരുന്നില്ല കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ഞാൻ താഴെ കൊടുക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുമ്പോൾ എനിക്ക് ക്യാൻസർ എന്ന അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ കഴുത്തിൽ 2-3 മുഴകൾ വന്നിരുന്നു. എൻ്റെ അസുഖം സ്ഥിരീകരിച്ചതിന് കുറച്ച് മുന്നേ ആയിട്ട്. നമുക്കറിയില്ലല്ലോ ഇതെന്താ മുഴയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിങ്ങനെ നീട്ടി കൊണ്ടുപോയി, സമയം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട്. പിന്നീട് ആ ഒരു സമയം നീട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോ കാണിച്ച അവസ്ഥൻ്റേതായത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ, ഒരുപാട് പേർക്ക് മെസ്സേജ് ചോദ്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻസർ എന്ന അസുഖം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന അസുഖം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ഉടായ്പകളുണ്ട് എന്ന് വെച്ചാൽ പല കുഴികളും പലരും ഇന്ന് ചാടുന്നുണ്ട്. ഇവിടെ ആ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ആ മരുന്നുണ്ട്, അത് കഴിച്ചാൽ പെട്ടെന്ന് മാറും, അങ്ങനെ പലതും പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് പറയാമെന്ന് പറയുന്നത്, പനിയും ജലദോഷം പോലത്തെ അസുഖമല്ല. നമ്മളെന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടുപോകും, ഓരോ ദിവസം നീട്ടിക്കൊണ്ട് പോകും തോറും ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ക്യാൻസർ എന്ന അസുഖം. പല ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട്, അഗ്രസീവും എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ചെന്ന് ചാടാതെ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുണ്ട്, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട്. എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ഇപ്പോൾ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നല്ലൊരു ഓൺകോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക പെട്ടെന്ന്. ഇനി എൻ്റെ സ്റ്റോറിലേക്ക് വരാം. എനിക്ക് ഈ മുഴ വന്ന സമയത്ത് ഞാനത് നീട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ഞാനത് ആ സമയത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് എന്തൊക്കെ അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഈ അവസ്ഥ വരില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ, ഞാൻ എൻ്റെ ക്യാൻസർ എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് RCCയിൽ ആദ്യം പോകുന്ന സമയത്ത് ഞാൻ ഈ അവസ്ഥയിലായിരുന്നില്ല. എനിക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ എന്നെ സ്ട്രക്ചറിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ബാഡായിട്ടുള്ള അവസ്ഥയായിരുന്നു. എനിക്ക് പിടിച്ച ബ്ലഡ് ക്യാൻസർ എന്ന അസുഖം, എന്താ പറയുക, ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു. ഒരു തരം ബ്ലഡ് ക്യാൻസറാണ് അതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് അഗ്രസീവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് എൻ്റെ സിറ്റുവേഷൻ കുറച്ച് മോശമായിരുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റിയിരുന്നില്ല. ആ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അപ്പോൾ ഇനി മറ്റുള്ളവർക്ക് അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതും കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞാൻ ആ സ്ട്രക്ചറിൽ പോയ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല, ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ ബയോപ്സി റിപ്പോർട്ടും സ്കാനിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് എമർജൻസി ആയിട്ടൊരു ഡോക്ടർ മെഡിസിൻ തന്നു RCCയിൽ. ആ ഇതിലൂടെയാണ് ഇപ്പോഴും ഞാൻ അന്ന് ആ സമയത്ത് തന്നതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം സമയം എന്ന് പറയുമ്പോൾ നമ്മളെ ജീവൻ്റെ വിലപ്പെട്ട സമയമാണ്. അത് നമ്മൾ ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം, ഡോക്ടറെ കാണിക്കണം. അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ആൾ ഇത് പറഞ്ഞു, ഈ ആൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്യാൻസറാണത്, നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ചെറിയ സിംറ്റംസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും മാറും. അപ്പോൾ എല്ലാവർക്കും സ്നേഹം മാത്രം.